ഇറാൻ ഇസ്രയേൽ US സംഘർഷം ഇന്നിപ്പോൾ 7ാം ദിവസമാണ്. ഒരാഴ്ച പിന്നിട്ടിട്ടും ഒട്ടും ശമനമില്ലാതെ തുടരുന്നു പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ. ഒരുപക്ഷെ ഇറാന്റെ നിരുപാധിക കീഴടങ്ങളല്ലാതെ മറ്റൊരു ചർച്ചയ്ക്കും താൻ തയ്യാറല്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉറപ്പിച്ചു തന്നെ പ്രതികരിക്കുകയാണ്. ഇതുവരെ ഇറാനിൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് 1332 പേരാണ്. ഇതൊരു ഔദ്യോഗിക കണക്കാണ്. എങ്കിലും ഒരുപക്ഷെ ഇത് 1500ഓളം ആയേക്കാമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇറാനിയൻ നാവികസേനയ്ക്കുണ്ടായ വൻ തകർച്ചയുടെ ദൃശ്യങ്ങളും ഇതിനോടകം US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ടു. വിമാനവാഹിനി കപ്പലുകളോളം വലിപ്പമുള്ള ഇറാന്റെ ഡ്രോൺ കാരിയർ കപ്പൽ അമേരിക്കൻ സൈന്യം തകർക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. ഒരു പുതിയ ഇറാൻ കെട്ടിപ്പടുക്കാൻ ജനങ്ങൾക്ക് ലഭിച്ച അവസരമാണ് ഇതെന്നാണ് വൈറ്റ് ഹൗസിന്റെയും ട്രംപിന്റെയും നിലപാട്. ഇറാനിൽ ഇസ്രായേൽ ആക്രമണം അയവില്ലാതെ തുടരുകയാണ്. ഇറാൻ നാവികസേനയുടെ കരുത്തായ ഡ്രോൺ കാരിയർ കപ്പൽ തകർത്തതായി അമേരിക്കൻ സൈന്യം അവകാശപ്പെട്ടു. വിമാനവാഹിനി കപ്പലുകളോളം വലുപ്പമുള്ള ഇറാന്റെ ഡ്രോൺ കാരിയർ കപ്പലാണ് US സൈന്യം തകർത്തത്. കപ്പലിൽ നിന്ന് പുക ഉയരുന്നതിന്റെയും സ്ഫോടനത്തിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഡ്രോൺ കാരിയർ കപ്പൽ നശിപ്പിച്ചതോടെ ഇറാന്റെ നാവികശക്തിയെ പൂർണ്ണമായും ഇല്ലാതാക്കിയെന്നാണ് അമേരിക്കയുടെ അവകാശവാദം. എപ്പിക് ഫ്യൂറി എന്ന പേരിൽ ഇറാനിയൻ നാവികസേനയെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം തുടരുന്നതിനിടെയാണ് US സൈന്യം ഡ്രോൺ കാരിയർ കപ്പൽ ആക്രമിച്ച് തീയിട്ടത്. യുദ്ധം കടലിലേക്കും കൂടി വ്യാപിച്ചതോടെ ആക്രമണത്തിന്റെ വ്യാപ്തി മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. ശ്രീലങ്കൻ തീരത്ത് അമേരിക്ക മുക്കിയ ഇറാൻ യുദ്ധക്കപ്പലിൽ നിന്ന് 87 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. 32 പേരെയാണ് ലങ്കൻ നാവികസേന രക്ഷിച്ചത്. അമേരിക്കൻ സൈനിക അന്തർവാഹിനിയിൽ നിന്നുള്ള ടോർപിഡോ ആണ് IRIS ദേനയെ തകർത്തത്. വിശാഖപട്ടണത്ത് നടന്ന മിലാൻ 2026 ബഹുരാഷ്ട്ര നാവിക അഭ്യാസത്തിൽ പങ്കെടുത്ത ശേഷം മൗഡ്സ് ക്ലാസ് യുദ്ധക്കപ്പൽ ഐറിസ് ദേനയാണ് അന്തർവാഹിനി ആക്രമണത്തിൽ തകർത്തത്. അതേസമയം ഇസ്രായേൽ അമേരിക്ക സംയുക്ത ആക്രമണത്തിൽ ഇറാനിലെ മരണസംഖ്യ 1332 ആയതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ ഒട്ടേറെ ലക്ഷ്യസ്ഥാനങ്ങളിൽ ഇന്ന് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതായാണ് റിപ്പോർട്ട്. നഗരത്തിലുടനീളം വൻ സ്ഫോടനങ്ങളാണ് ഉണ്ടായത്. ഇറാന്റെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന കെർമൻഷായ്ക്ക് ചുറ്റും ഒട്ടേറെ സ്ഫോടനങ്ങളാണ് ഉണ്ടായത്. അതേസമയം കുവൈറ്റ്, സൗദി അറേബ്യ, ബഹ്റിൻ, ഖത്തർ എന്നീ രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾക്കു നേരെ ഇറാൻ കടുത്ത പ്രത്യാക്രമണവും നടത്തുന്നുണ്ട്. ഭരണകൂടമാറ്റം ലക്ഷ്യമിട്ടാണ് ഇസ്രായേലും അമേരിക്കയും ഇറാനിൽ സംയുക്ത സൈനിക നീക്കങ്ങൾ നടത്തുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനും ഇറാനിയൻ സൈന്യത്തിനുമെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂക്ഷമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. ആയുധങ്ങൾ ഉപേക്ഷിച്ച് കീഴടങ്ങാൻ തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം മരണം ഉറപ്പായിരിക്കുമെന്നുമാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, അമൃത TV.